ചോട്ടാ ഭീം കാർട്ടൂണിലെ ലഡു ഉണ്ടാകുന്ന ടുണ്ടുൻ മോസി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ക്യാരക്ടറിൽ ഒന്നാണ്. എന്നാൽ ഈ ഒരു ക്യാരക്ടർ സത്യത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ കോമഡി താരമായ ഉമാദേവി ഖത്രിയിൽ നിന്ന് ഇൻസ്പയർ ആയി എടുത്തതാണ്. അവരുടെ സ്റ്റേജ് നെയിം ടുണ്ടുൻ എന്നായിരുന്നു. ഉമാദേവി ജനിക്കുന്നത് 1923 ഉത്തർപ്രദേശിലെ അമോറ എന്ന ഡിസ്ട്രിക്റ്റിലാണ്. ഉമയുടെ ബാല്യകാലം വളരെ കഠിനമേറിയതായിരുന്നു. കാരണം ഒരു ഭൂമി തർക്കത്തിന്റെ പേരിൽ അവരുടെ മുഴുവൻ കുടുംബം കൊല്ലപ്പെട്ടു. പിന്നീട് ഉമയുടെ ബന്ധുക്കൾ ഒരു വേലക്കാരുടെ സ്ഥാനമായിരുന്നു ഉമയ്ക്ക് കൊടുത്തിരുന്നത്. തന്റെ ആ കഠിനമായ ജീവിതത്തിലും അവർക്ക് ആശ്വാസം നൽകുന്നത് സംഗീതമായിരുന്നു. ഉമയ്ക്ക് ഒരു പ്ലേബാക്ക് സിംഗർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഇവർ ബോംബെയിലേക്ക് പോവുകയും സംഗീത സംവിധായകനായ നൗഷാദ് അലിയോട് തനിക്ക് സിനിമയിൽ ഒരു പാട്ട് പാടാനായിട്ട് അവസരം തരണമെന്ന് അപേക്ഷിക്കുകയാണ്. അങ്ങനെ 1947 ഇവർക്ക് സിനിമയിൽ പാടാൻ അവസരം കിട്ടുകയാണ്. അങ്ങനെ തന്റെ കരിയറിൽ 45ഓളം പാട്ടുകൾ ഇവർ പാടിയിട്ടുണ്ട്. എന്നാൽ ഗായികയായ ഉമാദേവിയുടെ കരിയർ താഴോട്ട് വന്നപ്പോൾ നൗഷാദ് അലി തന്നെ ഉമാദേവിനെ ടുണ്ടുൻ എന്ന സ്റ്റേജ് നാമത്തിൽ ഒരു കോമഡി ആർട്ടിസ്റ്റ് ആയിട്ട് മാറ്റുകയാണ്. ടുണ്ടുൻ അവതരിപ്പിച്ച കോമഡി ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇവർക്ക് ബോളിവുഡിൽ അവസരം ലഭിക്കുകയാണ്. ഏകദേശം 200ഓളം ബോളിവുഡ് ചിത്രത്തിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. 1980കളിൽ ഇവർ സിനിമാ ലോകത്തു നിന്ന് വിരമിച്ചു. ഇത്രയധികം ബോളിവുഡ് ചിത്രത്തിൽ താൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ടുണ്ടുൻ മരിക്കുന്ന ദാരിദ്ര്യത്തിൽ തന്നെയാണ്. ഈ ഒരു ക്യാരക്ടറിന് ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് ചോട്ടാ ഭീമിന് ടുണ്ടുൻ മോസി എന്ന് പറഞ്ഞ പേരിലുള്ള ക്യാരക്ടർ ഉണ്ടാക്കിയത്. സോ നെക്സ്റ്റ് ടൈമിൽ ചോട്ടാ ഭീമിലെ ടുണ്ടുൻ മോസിനെ കാണുമ്പോൾ അതിന് പിന്നിൽ ഉമാദേവിയുടെ ജീവിതകഥ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസും കാണാൻ ശ്രമിക്കുക.